ബ്രഹ്മാവ് തന്റെ പിതാവിന് വേണ്ടിയുള്ള പ്രയത്നം, അതായത് കാലൻ ബ്രഹ്മനു വേണ്ടിയുള്ള പ്രയത്നം. ദുർഗ ബ്രഹ്മാവിനോട് പറഞ്ഞു, അലക നിരഞ്ജനാണ് നിന്റെ പിതാവ്, എന്നാൽ അദ്ദേഹം നിനക്ക് ദർശനം നൽകില്ല. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ദർശനം കഴിഞ്ഞേ മടങ്ങി വരൂ. വീണ്ടും മാതാവ് ചോദിച്ചു, അഥവാ നിനക്ക് ദർശനം തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ശപഥം ചെയ്യുന്നു, അഥവാ പിതാവിന്റെ ദർശനം, പിതാവിനെ കാണാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ തിരിച്ചു വരില്ല. ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മാവ് ദുഃഖിതനായി വടക്ക് ദിക്കിലേക്ക് നടന്നു. അവിടെ കൂരിരുട്ടായിരുന്നു. അവിടെ ബ്രഹ്മാവ് 4 യുഗങ്ങളോളം തപസ് ചെയ്തു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. കാലൻ അശരീരിയായി, അതായത് ആകാശവാണിയിലൂടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് സൃഷ്ടി നടക്കാത്തത്? ദുർഗ പറഞ്ഞു, താങ്കളുടെ മൂത്ത മകൻ ബ്രഹ്മാവ് ശാഠ്യം പിടിച്ച് താങ്കളെ തിരക്കി പുറപ്പെട്ടിരിക്കുന്നു. അതായത് കാലൻ പറഞ്ഞു, അവനെ തിരിച്ചു വിളിക്കൂ, ഞാൻ അവന് ദർശനം നൽകില്ല. ബ്രഹ്മാവിനെ കൂടാതെ ജീവികളുടെ ഉൽപ്പത്തി കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കുഴപ്പത്തിലാകും. അപ്പോൾ ദുർഗ പ്രകൃതി തന്റെ ശബ്ദശക്തി കൊണ്ട് ഗായത്രി എന്ന കുട്ടിയെ ജനിപ്പിച്ചു. അവളോട് ബ്രഹ്മാവിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഗായത്രി ബ്രഹ്മാവിന്റെ അടുക്കലെത്തി. പക്ഷെ ബ്രഹ്മാവ് തപസ്സിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. തന്റെ മുൻപിൽ ആരെങ്കിലും വന്ന് നിൽക്കുന്നു എന്ന വിവരം പോലും ബ്രഹ്മാവിന് അറിയില്ല. അപ്പോൾ ആദ്യ കുമാരി, അതായത് നമ്മുടെ പ്രകൃതി, ഗായത്രിയുടെ ശ്രദ്ധയിൽ സൂചിപ്പിച്ചു. ബ്രഹ്മാവിന്റെ പാദങ്ങളെ സ്പർശിക്കാൻ അറിയിച്ചു. ഉടൻ തന്നെ ബ്രഹ്മാവിന്റെ ധ്യാനം തടസ്സപ്പെട്ടു. ദേഷ്യത്തോടെ ചോദിച്ചു, ഏത് പാപിയാണ് എന്റെ ധ്യാനത്തിന് ഭംഗം വരുത്തിയത്, തടസ്സം വരുത്തിയത്? ഞാൻ അവനെ ശപിക്കുന്നു. ഇത് കേട്ട് ഗായത്രി പറഞ്ഞു, എന്റെ കുറ്റമല്ല, ആദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് ശപിക്കൂ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 36, സൃഷ്ടിരചന. താങ്കളെ തിരിച്ചു വിളിച്ചു കൊണ്ടുചെല്ലാൻ താങ്കളുടെ അമ്മയാണ് പറഞ്ഞുവിട്ടത്. എന്തെന്നാൽ നിങ്ങളെ കൂടാതെ ജീവികളുടെ ഉൽപ്പത്തി, അതായത് ജനനം നടക്കുന്നില്ല. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ എങ്ങനെ വരും? അച്ഛന്റെ ദർശനം കിട്ടാതെ ഞാൻ മടങ്ങി വന്നാൽ എന്നെ എല്ലാവരും കളിയാക്കും. താങ്കൾ അമ്മയോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ ബ്രഹ്മിനെ കണ്ടു, ജ്യോതി നിരഞ്ജനെ കണ്ടു, അത് നിങ്ങളും കണ്ടു എന്ന് പറയണം. ഞാൻ നിങ്ങളോടൊപ്പം വരാം. നിങ്ങൾ എന്നോടൊപ്പം സംഭോഗം ചെയ്യുമെങ്കിൽ, അതായത് എന്നെ പത്നിയായി സ്വീകരിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കള്ളസാക്ഷി പറയാം. ബ്രഹ്മാവ് വിചാരിച്ചു, പിതാവിനെ കാണാതെ ചെന്നാൽ അമ്മ പരിഹസിക്കും. അതുകൊണ്ട് ഇത് തന്നെ ശരി, ഗായത്രിയുമായി സംഭോഗത്തിലേർപ്പെടാം. അപ്പോൾ ഗായത്രി പറഞ്ഞു, ഒരാളെ കൂടി സാക്ഷി പറയാൻ തയ്യാറാക്കിക്കൂടെ? ബ്രഹ്മാവ് സമ്മതിച്ചു. ഗായത്രി തന്റെ ശബ്ദശക്തിയിൽ മറ്റൊരു പെൺകുട്ടിയെ, പുഹവതിയെ സൃഷ്ടിച്ചു. അവളോട് 2 പേരും പറഞ്ഞു, നീ അമ്മയോട് ബ്രഹ്മാവ് അച്ഛനെ കണ്ടു, അതും നിന്റെ മുന്നിൽ വെച്ച് കണ്ടുവെന്ന് സാക്ഷി പറയണം. അവൾ പറഞ്ഞു, ഞാൻ എന്തിന് കള്ളസാക്ഷി പറയണം? നിങ്ങൾ എന്നോട് രതിക്രീഡ നടത്തുമെങ്കിൽ ഞാൻ കള്ളസാക്ഷി പറയാം. ഗായത്രി ബ്രഹ്മാവിനെ പ്രേരിപ്പിച്ചു. പുഹവതിയുമായി സംഭോഗത്തിൽ ഏർപ്പെട്ടു. പിന്നീട് 3 പേരുമായി മായ പ്രകൃതിയുടെ അടുക്കലെത്തി. 2 പെൺകുട്ടികളും അമ്മയോട് കള്ളസാക്ഷി പറഞ്ഞാൽ അവരിൽ കുറ്റം ചുമത്തി പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ മഹാരാജ് ഗരീബ് ദാസ്ജി പറയുന്നു, ദാസ് ഗരീബ് യഹ ചുക് ദുരോം ദുർ. ഭാവാർത്ഥം, ഈ കാലബ്രഹ്മിന്റെ ഈ കഷ്ടപ്പാടുകൾ പ്രാരംഭം മുതൽ ഉണ്ട്. അതുപോലെ ഈ കാലലോകത്തിൽ ദേവതമാർ പോലും ഈ കഷ്ടപ്പാടിൽ നിന്ന് ഒഴിയുന്നില്ല. ഒരിക്കൽ ശ്രീകൃഷ്ണനും ജലന്ധർ എന്ന രാഷ്ട്രത്തിന്റെ പതിവ്രതയായ പത്നി തുളസിയെ കബളിപ്പിച്ചുകൊണ്ട് ഗതികേട് ചെയ്തു. ഇതിലൂടെ അവരുടെ പതിവ്രത എന്ന ധർമ്മം ഭംഗമായി. ഭഗവാൻ ശിവൻ പോലും വിഷ്ണുവിന്റെ മോഹിനി വേഷം കണ്ടിട്ട് സംഭോഗം ചെയ്യുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിൽ അവരുടെ കൈ കടന്നു പിടിച്ചു. അക്കാരണത്താൽ ശുക്ര, അതായത് വീര്യം, സകലിതമായി പോയി. ശ്രീ വിഷ്ണു തന്റെ വാസ്തവികമായ രൂപത്തിൽ പ്രകടമായി. മാതാവ് ദുർഗ ബ്രഹ്മാവിനെ ശപിക്കുന്നു. ബ്രഹ്മാവ് വേദങ്ങളെല്ലാം പഠിച്ചു. യജുർവേദത്തിൽ അധ്യായം 5 മന്ത്രം 1 അഗ്നേ തനു അസി. ഇതിന്റെ അർത്ഥം പരമാത്മാവ് തേജോമയമായ ശരീരത്തോടു കൂടിയാണ്. വിഷ്ണവേത്തോ സോമരസ്യ തനു അസി. ഇതിന്റെ അർത്ഥം എല്ലാവരെയും പരിപാലിക്കുന്നതിനു വേണ്ടി ആ അവിനാശി പരമാത്മാവ് ശരീരത്തോടു കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് ബ്രഹ്മാവ് ആ 2 സ്ത്രീകളോട് പറഞ്ഞു മനസ്സിലാക്കിച്ചു,
നിങ്ങൾ പറയണം, എന്തെന്നാൽ പരമാത്മാവ് മാനവ സാദൃശ്യമുള്ള തേജോമയമായ ശരീരത്തോടു കൂടിയവനാണ് എന്ന്. മാതാവ് ദുർഗ ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്ത്, നിനക്ക് അച്ഛന്റെ ദർശനം കിട്ടിയോ? ബ്രഹ്മാവ് പറഞ്ഞു, അതെ, എനിക്ക് അച്ഛന്റെ ദർശനം കിട്ടി. അദ്ദേഹം മനുഷ്യ സദൃശ്യം തേജോമയ ശരീരത്തോട് കൂടിയതാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, ആരാണ് സാക്ഷി? നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 37, സൃഷ്ടിരചന. ബ്രഹ്മാവ് പറഞ്ഞു, ഇവർ രണ്ടുപേരുടെയും മുൻപിൽ വെച്ചാണ് ഞാൻ അച്ഛനെ കണ്ടത്. അമ്മ അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ മുൻപിൽ വെച്ച് ബ്രഹ്മാവിന് അച്ഛന്റെ ദർശനം കിട്ടിയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ കണ്ടു. പക്ഷേ ഭവാനി, പ്രകൃതിക്ക് വീണ്ടും സംശയം തോന്നി. എന്നോട് ബ്രഹ്മ പറഞ്ഞത് ഞാൻ ഒരിക്കലും ആർക്കും ദർശനം നൽകില്ല എന്നാണല്ലോ. പക്ഷെ ഇവർ പറയുന്നു ദർശനം കിട്ടിയെന്ന്. അപ്പോൾ അഷ്ടാംഗി ധ്യാനിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ കാലൻ, അതായത് ജ്യോതി നിരഞ്ജൻ പറഞ്ഞു, ഇവർ മൂവരും കള്ളം പറയുന്നു. അശരീരി ഉടനെ ഉണ്ടായി. അവർക്ക് ദർശനം കിട്ടിയില്ല. അതു കേട്ടിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, അമ്മേ, ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ അച്ഛനെ തിരക്കിപ്പോയി. എന്നാൽ എനിക്ക് അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല. തിരിച്ച് അമ്മയുടെ അടുക്കൽ വരാൻ ലജ്ജ തോന്നി. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. അപ്പോൾ മാതാവായ ദുർഗ പറഞ്ഞു, ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ബ്രഹ്മാവിന് ശാപം. ലോകത്തിൽ നിന്നെ ആരും പൂജിക്കില്ല. നിന്റെ വംശം വെറും മൂഢരായിരിക്കും. അവർ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ ചതിക്കും. പുറമേ കണ്ടാൽ പ്രവർത്തികൾ ചെയ്യുന്നവരാണെന്ന് തോന്നും. ഉള്ളിൽ അവർ വികാരശീലരായിരിക്കും. പുരാണങ്ങളിൽ നിന്ന് കഥകൾ വായിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ സ്വയം അറിവുണ്ടാകില്ല. എന്തെന്നാൽ സദ്ഗ്രന്ഥങ്ങളിലെ വാസ്തവം എന്താണ്? എങ്കിലും അഭിമാനത്തിനു വേണ്ടിയും ധനസമ്പാദനത്തിനു വേണ്ടി ഗുരുവായി അനുയായികളോട് ലോകവേദം കേൾപ്പിക്കും. അതായത് ശാസ്ത്രവിരുദ്ധമായ കെട്ടുകഥകൾ. ദേവീ ദേവതന്മാരുടെ പൂജ ചെയ്തും ചെയ്യിപ്പിച്ചും മറ്റുള്ളവരെ നിന്ദിച്ചും കഷ്ടപ്പെടും. അനുയായികൾക്ക് സത്യം പറഞ്ഞു കൊടുക്കില്ല. ദക്ഷിണയ്ക്കായി ലോകത്തെ ചുറ്റിക്കും. സ്വയം എല്ലാം നല്ലതാണെന്ന് വിചാരിക്കും. മറ്റുള്ളവരെ നീചരായി കണക്കാക്കും. അമ്മയിൽ നിന്ന് ഇത്തരം ശാപവചനങ്ങൾ കേട്ട ബ്രഹ്മാവ് മോഹാത്സ്യപ്പെട്ട് നിലത്ത് വീണു. വളരെയേറെ സമയം കഴിഞ്ഞാണ് ബോധം വീണത്. ഗായത്രിക്ക് ശാപം. നിനക്ക് കുറേയേറെ കാളകൾ രതിയായിത്തീരും. നീ മൃത്യുലോകത്തിൽ പശുവായിത്തീരും. പുഹപ്പവതിക്ക് ശാപം. നിന്റെ സ്ഥലം നാറ്റം പിടിച്ചതായിരിക്കും. നിന്റെ പൂക്കൾ ആരും പൂജയ്ക്കെടുക്കില്ല. ഈ കള്ളസാക്ഷി പറഞ്ഞതിന് നിനക്ക് നരകമായിരിക്കും ഫലം. നിന്റെ പേര് കേവടാ കേതകി എന്നായിരിക്കും. ഈ നാറ്റം നിറഞ്ഞ സ്ഥലം ഹരിയാനയിൽ കുസോബി എന്നാണ് പറയുന്നത്. ഇങ്ങനെ 3 പേരെയും ശപിച്ചിട്ട് മാതാവായ ഭവാനിക്ക് സ്വയം പശ്ചാത്താപം തോന്നി. ഇതുപോലെ ആദ്യം ജീവികളൊന്നും ആലോചിക്കാതെ, അതായത് കാലനിരഞ്ജന്റെ പ്രഭാവത്താൽ തെറ്റുകൾ ചെയ്യുന്നു. എന്നാൽ എപ്പോഴാണോ ആത്മാവിന് സത്പുരുഷ ജ്ഞാനം കിട്ടുന്നത്, അതായത് പ്രഭാവത്താൽ ജ്ഞാനം കിട്ടുന്നത്, അപ്പോൾ പശ്ചാത്തപിക്കുന്നു. എങ്ങനെയാണോ മാതാപിതാക്കൾ കുട്ടികളെ ചെറിയ തെറ്റിന് ദേഷ്യം കൊണ്ട് തല്ലുന്നുവോ, പിന്നീട് പശ്ചാത്താപിക്കുന്നു. ഈ പ്രക്രിയ മനസ്സ് കാലനിരഞ്ജന്റെ പ്രഭാവത്താൽ എല്ലാ ജീവികളിലും ക്രിയാത്മകമാകുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 38. സൃഷ്ടിരചന. അതായത് ഈ പ്രവൃത്തി എല്ലാ ജീവജാലങ്ങളും അനുകരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നിരഞ്ജൻ, കാലൻ, ബ്രഹ്മ തന്റെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ജീവി ദുർബലമായ ജീവിയെ ഉപദ്രവിച്ചാൽ അതിന് പകരം വീട്ടണം. എപ്പോഴാണോ ആദ്യത്തെ ഭവാനി, പ്രകൃതി, അഷ്ടാംഗി, ബ്രഹ്മാവ്, ഗായത്രി, പുഹപ്പവതി എന്നിവർക്ക് ശാപം നൽകിയോ, അപ്പോൾ അലക നിരഞ്ജൻ, അതായത് കാലൻ പറഞ്ഞു, അല്ലയോ ഭവാനി, അല്ലയോ പ്രകൃതി, അല്ലയോ അഷ്ടാംഗിനി, നീ ഈ ചെയ്തത് ശരിയായില്ല. ഇപ്പോൾ ഞാൻ നിരഞ്ജൻ നിനക്ക് ശാപം നൽകുന്നു. എന്തെന്നാൽ ദ്വാപരയുഗത്തിൽ നിനക്കും 5 ഭർത്താക്കന്മാരുണ്ടാകട്ടെ. ദ്രൗപദി ആദിമായയുടെ അവതാരമായിരുന്നു. ഈ അശരീരി കേട്ടയുടനെ ആദിമായ പറഞ്ഞു, അല്ലയോ ജ്യോതി നിരഞ്ജൻ, കാലൻ, ഞാൻ നിങ്ങൾക്ക് അധീനയായി പോയി. എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. സൃഷ്ടിരചനയിൽ ദുർഗയുടെ അന്യനാമങ്ങൾ പല പ്രാവശ്യം എഴുതിയതിന്റെ ഉദ്ദേശം, പുരാണങ്ങളിലും ഗീതയിലും വേദങ്ങളിലും പ്രമാണം കാണുന്ന സമയത്ത് നമുക്ക് ഭ്രമമുണ്ടാകുന്നില്ല.
ഗീത അധ്യായം 14 ശ്ലോകം 3-4 കാലബ്രം പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ഗർഭം ധരിക്കുന്ന എല്ലാ ജീവികളുടെയും മാതാവാണ്. ഞാൻ അവരുടെ ഗർഭത്തിൽ ബീജം സ്ഥാപിക്കുന്ന പിതാവാണ്. ഗീത അധ്യായം 14 ശ്ലോകം 3-4 പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ച 3 ഗുണങ്ങൾ ജീവാത്മാവിനെ കർമ്മങ്ങൾ കൊണ്ട് ബന്ധിച്ചു നിർത്തുന്നതാണ്. ഈ കാരണത്താൽ പ്രകൃതി ദുർഗ തന്നെയാണ്. കൂടാതെ 3 ഗുണങ്ങൾ അഥവാ 3 ദേവന്മാർ, രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, പിന്നെ തമോ ഗുണം ശിവൻ എല്ലാം സാങ്കേതിക നാമങ്ങളാണ്. വിഷ്ണു തന്റെ പിതാവിനെ അതായത് കാലൻ ബ്രഹ്മനെ തിരക്കി പുറപ്പെടുന്നു, അമ്മയുടെ ആശീർവാദവും. ഇതിനുശേഷം വിഷ്ണുവിനോട് പ്രകൃതി പറഞ്ഞു, മകനെ, നീയും നിന്റെ പിതാവിനെ തിരക്കി പുറപ്പെടൂ. അപ്പോൾ വിഷ്ണു തന്റെ പിതാവിനെ തിരക്കി പാതാളത്തിലേക്ക് പോയി. അവിടെ ശേഷനാഗമുണ്ടായിരുന്നു. ശേഷനാഗം തന്റെ സ്ഥലത്ത് വിഷ്ണു പ്രവേശിച്ചത് കണ്ട് ദേഷ്യത്തോടെ വിഷം ചീറ്റാൻ തുടങ്ങി. ശേഷനാഗത്തിന്റെ വിഷത്തിന്റെ ശക്തിയാൽ വിഷ്ണുവിന്റെ നിറം ഇരുണ്ടതായി മാറി, സ്പ്രേ പെയിന്റ് പോലെ. അപ്പോൾ വിഷ്ണു വിചാരിച്ചു, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ജ്യോതി നിരഞ്ജൻ വിഷ്ണുവിനെ ശാന്തനാക്കി, അശരീരി ഉണ്ടാക്കി. വിഷ്ണു, നീ തിരിച്ച് നിന്റെ അമ്മയുടെ അടുക്കിലേക്ക് പോ. എന്നിട്ട് നടന്ന കാര്യങ്ങൾ സത്യമായിട്ട് പറയണം. അതായത് നിനക്ക് ശേഷനാഗത്തിൽ നിന്നുണ്ടായ പീഡനങ്ങൾ, ഇതിന്റെ പ്രതികാരം ദ്വാപരയുഗത്തിൽ വീട്ടണം. ദ്വാപരയുഗത്തിൽ നീ വിഷ്ണു കൃഷ്ണാവതാരമായി ജനിക്കും. അപ്പോൾ കാളിന്തിയിൽ കാളിയൻ എന്ന പേരിൽ ശേഷനാഗം അവതരിക്കും. ഊച്ചാഹോയി കെ നീച്ചെ സധാവേ താക്കരോയിൽ മോഹിം സോംപാവേ ജോ ജീവ് ദേ പീർ പുനി കാഹു ഹം പുനി ഓയിൽ ദിവാവേം താഹും. അപ്പോൾ വിഷ്ണു തിരികെ മാതാവിന്റെ അടുക്കൽ പോയി സത്യമായി നടന്ന കാര്യങ്ങൾ അമ്മയെ ധരിപ്പിച്ചു. എനിക്ക് അച്ഛന്റെ ദർശനം ഉണ്ടായില്ല. ഇത് കേട്ട് മാതാവിന് അതായത് പ്രകൃതിക്ക് വളരെ സന്തോഷം തോന്നി. അവർ പറഞ്ഞു, മകനെ, നീ സത്യമുള്ളവനാണ്. ഞാൻ എന്റെ ശക്തി കൊണ്ട് നിനക്ക് നിന്റെ അച്ഛനെ കാട്ടിത്തരാം. നിന്റെ മനസ്സിലെ സംശയം തീർക്കാം. കബീർ ദേഖ് പുത്ര തോഹി പിതാ ബീഠാവോ തൗരെ മൻ കാ ദോ കാ മിട്ടാവോ मन स्वरूप करता कह जाने मन ते बूचा और ना मानो स्वर्ग पाताशा दौर मन केड़ा मन अस्थिर मन अहे अमेरा निरंगर मन ही को कहिए मन की आस निशा दिन रहिए देख हुम पलड़ी शून्य महाज्योति जहां पर जिल मिल जालर होती. ഇങ്ങനെ മാതാവായ അഷ്ടാംഗി വിഷ്ണുവിനോട് പറഞ്ഞു, മനസ്സാണ് ലോകത്തിന്റെ കർത്താവ്. ഇത് ജ്യോതി നിരഞ്ജനാകുന്നു. ധ്യാനത്തിൽ 1000 ജ്യോതികൾ കാണപ്പെടുന്നു. അതാണ് അദ്ദേഹത്തിന്റെ രൂപം. ശംഖ്, മണി, വാദ്യഘോഷം എല്ലാം കേൾക്കുന്നില്ലേ? ഇത് മഹാസ്വർഗത്തിൽ നിരഞ്ജന്റേതാണ്. മാതാ അഷ്ടാംഗി പറഞ്ഞു, അല്ലയോ മകനെ, നീ എല്ലാ ദേവതമാരുടെയും കിരീടമായിരിക്കും. നിന്റെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും. നിന്നെ എല്ലാവരും പൂജിക്കും. കാരണം നീ എല്ലാം സത്യമായി പറഞ്ഞു. കാലന്റെ 21 ബ്രഹ്മാണ്ടങ്ങളിലെയും ജീവികൾക്കും പ്രത്യേക സ്വഭാവമുണ്ട്. എന്തെന്നാൽ അവരവരുടെ വ്രതാമഹിമ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നത്. ദുർഗ വിഷ്ണുവിനോട് പറഞ്ഞു, ലോകം നിന്നെ പൂജിക്കും. ഞാൻ നിനക്ക് നിന്റെ പിതാവിനെ കാട്ടിത്തന്നു. ദുർഗ വെറും പ്രകാശം കാണിച്ച് വിഷ്ണുവിനെ പറ്റിച്ചു. വിഷ്ണു തന്റെ അനുയായികളോട് പറഞ്ഞു, പരമാത്മാവെന്നാൽ വെറും പ്രകാശമാണ്. പരമാത്മാവിന് രൂപമില്ല, ആകൃതിയില്ല. അതിനുശേഷം ആദി ഭവാനി രുദ്രന്റെ അടുക്കലേക്ക് പോയി, അതായത് ശങ്കറിന്റെ ശിവന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മഹേഷ്, നീയും നിന്റെ അച്ഛനെ തിരക്കി പുറപ്പെടൂ. നിന്റെ 2 സഹോദരങ്ങൾക്കും അച്ഛന്റെ ദർശനം കിട്ടിയില്ല. അദ്ദേഹത്തിന് എന്ത് കൊടുക്കണോ അത് നൽകണം, എന്ത് ആവശ്യപ്പെടണമോ അത് ആവശ്യപ്പെടണം. അപ്പോൾ ശിവൻ പറഞ്ഞു, അല്ലയോ മാതാവേ, എന്റെ 2 ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും ദർശനം കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ പ്രയത്നിക്കുന്നത് വെറുതെയാകും. ദയവു ചെയ്ത് എനിക്കൊരു വരം നൽകൂ. ഞാൻ മരണമില്ലാത്ത മൃത്യുഞ്ജയനായി തീരാൻ. അമ്മ പറഞ്ഞു, അതെനിക്ക് സാധിക്കില്ല. ഒരു ഉപായം പറഞ്ഞു തരാം. അതുകൊണ്ട് നിന്റെ ആയുസ് ഏറ്റവും കൂടുതലായി തീരും. നിയമം യോഗ സമാധിയാണ്. അതുകൊണ്ട് മഹാദേവൻ കൂടുതൽ സമയവും സമാധി അഥവാ ധ്യാനത്തിലായിരിക്കും. ഇങ്ങനെ മാതാ അഷ്ടാംഗി 3 പുത്രന്മാരെയും വിഭജിച്ചു കൊടുത്തു. ഭഗവാൻ ബ്രഹ്മാവിന് കാലലോകത്തിൽ
ലെക് 84 84 ലക്ഷം പോലെ ശരീരമുണ്ടാക്കുക. അതായത് രജോ ഗുണ പ്രധാനമായ സന്താനോൽപത്തിക്ക് വേണ്ടി വിവശയാക്കി ജീവോൽപത്തി ചെയ്യുക, സൃഷ്ടികർമ്മം നടത്തുക. ഭഗവാൻ വിഷ്ണുവിന് ഈ ജീവികളുടെ സംരക്ഷണം കർമ്മഫലമനുസരിച്ച് ചെയ്യുക, മോഹം, മമത എന്നീ സ്ഥിതിക്കനുസരിച്ചുള്ള സംരക്ഷണ ചുമതല നൽകി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 40. സൃഷ്ടിരചന. ഭഗവാൻ ശിവശങ്കരന് സംഹരിക്കുന്നതിനുള്ള ചുമതല നൽകി. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ പിതാവായ നിരഞ്ജന് 1,00,000 മനുഷ്യ ശരീര ജീവികളെ ദിവസേന ഭക്ഷിക്കണം. ഇവരുടെ മനസ്സിൽ ഒരു ചോദ്യമുയരുന്നു. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവ് എന്നിവരാൽ ഉൽപ്പത്തി, സംരക്ഷണം, സംഹാരം എങ്ങനെ നടക്കുന്നു? ഇവർ മൂവരും അവരവരുടേതായ ലോകത്ത് വസിക്കുന്നു. അതായത് ഇന്ന് കാര്യങ്ങൾ അറിയുന്നതിനായി ഉപഗ്രഹങ്ങൾ ആകാശത്തിലേക്ക് വിടുന്നു. അവ കാര്യങ്ങൾ താഴെ ഭൂമിയിൽ എത്തിക്കുന്നു. അതുപോലെ ഈ 3 ദേവന്മാരും എവിടെ വസിക്കുന്നുവോ അവിടെ ഇരുന്ന് ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സൂക്ഷ്മ ഗുണങ്ങളുടെ തരംഗങ്ങളാൽ ലോകത്തിലെ ജീവികളിൽ അതാത് പ്രഭാവം, അതായത് ശക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ പറഞ്ഞ വിവരണങ്ങൾ ഒരു ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മിന്റെ, അതായത് കാലന്റെ പ്രവൃത്തിയാണ്. അതുപോലെ ക്ഷരപുരുഷന് കാലന്റെ 21 ബ്രഹ്മാണ്ടങ്ങളുണ്ട്. എന്നാൽ ക്ഷരപുരുഷൻ, കാലൻ, യഥാർത്ഥ ശരീര രൂപത്തിൽ ആരുടെയും മുൻപിൽ വരുന്നില്ല. അദ്ദേഹത്തെ പ്രാപിക്കുന്നതിനായി 3 ദേവന്മാരും, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അകമഴിഞ്ഞ് ധ്യാനിച്ചിട്ടും ബ്രഹ്മദർശനം ഉണ്ടായില്ല. പിന്നീട് ഋഷിമാർ വേദം പഠിച്ചു. അതിൽ എഴുതിയിരിക്കുന്നു: അഗ്നേ തനൂർ അസി. പവിത്ര യജുർവേദം അധ്യായം 1 മന്ത്രം 15. പരമേശ്വർ ശരീരത്തോട് കൂടിയവനാകുന്നു. പവിത്ര യജുർവേദം അധ്യായം 5 മന്ത്രം 1 പറയുന്നു: ആഗ്നേ തനൂറസി വിഷ്ണവേ ത്വാ സോമസ്യ തനൂറസി. ഈ മന്ത്രത്തിൽ 2 പ്രാവശ്യം വേദം പ്രമാണം നൽകുന്നു. അതായത് സർവവ്യാപക, സർവപാലന കർത്താവ്, സത്പുരുഷൻ ശരീരരൂപിയാം. പവിത്ര യജുർവേദം അധ്യായം 40 മന്ത്രം 8 പറയുന്നു: അതായത് കവിർ മനുഷ്യ. ഏതൊരു പരമേശ്വരനെ സർവപ്രാണികളും ആഗ്രഹിക്കുന്നു. അത് കവിർ, അതായത് കബീറാണ്. അദ്ദേഹത്തിന്റെ ശരീരം അസ്നാവിരം, നാഡികളില്ലാത്തതാണ്. ശുക്രം 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല. അത് എല്ലാവരുടെയും യജമാനനും സർവോപരി സത്യലോകത്തിൽ വിരാജിക്കുന്നു. ആ പരമേശ്വരന്റെ തേജസ് സ്വജ്യോതി, സ്വയം പ്രകാശിക്കുന്ന ശരീരമാണ്. അത് ശബ്ദരൂപിയും അവിനാശിയുമാണ്. ആ കവിർദേവ്, കബീർ പരമേശ്വരനാണ്. അതാണ് സർവബ്രഹ്മാണ്ടങ്ങളെയും നിർമ്മിച്ചത്. സർവബ്രഹ്മാണ്ടങ്ങളെയും രചിച്ചത് സ്വയംഭൂ, സ്വയം പ്രത്യക്ഷപ്പെടുന്ന വൃതദാത, വാസ്തവത്തിൽ ശാശ്വതം, അവിനാശിയാണ്. ഗീത അധ്യായം 15 ശ്ലോകം 17 ഉദാഹരണം: ഭാവാർത്ഥം. പൂർണ്ണബ്രഹ്മിന്റെ ശരീരത്തിന്റെ പേര് കബീർ, കബീർദേവാണ്. ആ പരമേശ്വരന്റെ ശരീരം നൂർ, പ്രകാശതത്വത്താൽ നിർമ്മിതമാണ്. പരമാത്മാവിന്റെ ശരീരം അതിസൂക്ഷ്മമാണ്. അത് ആരുടെ ദിവ്യദൃഷ്ടിയാണോ തുറന്നിരിക്കുന്നത് ആ ഭക്തനു മാത്രമേ ദർശിക്കുവാൻ കഴിയൂ. ഇപ്രകാരം ജീവികൾക്കും സൂക്ഷ്മ ശരീരമുണ്ട്. അതിനു മുകളിൽ 5 തത്വങ്ങൾ അടങ്ങിയ കവചം, അതായത് 5 തത്വങ്ങളോട് കൂടിയ ശരീരമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 41. സൃഷ്ടിരചന. അച്ഛനമ്മമാരുടെ സംയോഗത്താലുണ്ടായ ശുക്ലവീര്യം കൊണ്ടുണ്ടായതാണ്. ശരീരം ഉപേക്ഷിക്കുമ്പോൾ ജീവിയുടെ സൂക്ഷ്മ ശരീരം നിലനിൽക്കും. ആ സൂക്ഷ്മ ശരീരം ദിവ്യദൃഷ്ടിയുള്ള ഭക്തന് കാണാൻ കഴിയും. ഇതാണ് പരമാത്മാവും ജീവിയും തമ്മിലുള്ള സ്ഥിതി. വേദത്തിൽ ഓം എന്ന് സ്മരിക്കുന്നത് വെറും ബ്രഹ്മിനെ പൂജിക്കുന്നതിനാണ്. ഈ ഉദ്ദേശത്താൽ ഓം എന്ന ജപത്തെ പൂർണ്ണ ബ്രഹ്മമായി ഋഷിമാർ 1000 വർഷം യോഗം, അതായത് സമാധിയായി ചെയ്ത് ഈശ്വര, അതായത് കാലൻ പ്രാപ്തി നേടി. അതായത് പരമാത്മാവിനെയല്ല, പക്ഷേ ദർശനം നൽകിയില്ല, പകരം സിദ്ധികൾ, കഴിവുകൾ നേടി. ആ സിദ്ധികളായ കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഋഷിമാരും ജനന മരണമാകുന്ന ചക്രത്തിൽ തന്നെ കുരുങ്ങി. തങ്ങളുടെ അനുഭവങ്ങളാകുന്ന ശാസ്ത്രത്തിൽ പരമാത്മാവിനെ ആകാരമില്ലാത്ത, രൂപമില്ലാത്ത നിരാകാരനായി എഴുതിവെച്ചു. ബ്രഹ്ം, അതായത് കാലൻ, ശപഥവും ചെയ്തിരിക്കുന്നു.
ഞാൻ എന്റെ യഥാർത്ഥ രൂപം ആർക്കും കാണിച്ചു കൊടുക്കില്ല എന്ന്. എന്നെ അവ്യക്തനായി കണക്കാക്കണം. അവ്യക്തം എന്നാൽ രൂപമുണ്ട്, എന്നാൽ വ്യക്തിഗത രൂപത്തിൽ, സ്ഥൂല രൂപത്തിൽ ദർശനം കിട്ടില്ല. അതായത് ആകാശത്തിൽ മേഘപാളികൾ ഉണ്ടാകുമ്പോൾ പകൽ സൂര്യൻ അപ്രത്യക്ഷമാകുന്നു. സൂര്യനെ നേരിൽ കാണാൻ കഴിയില്ല. വാസ്തവത്തിൽ സൂര്യൻ മേഘപാളികൾക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. ഈ അവസ്ഥയെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. ഉദാഹരണത്തിനായി ഗീതാ അധ്യായം 7 ശ്ലോകം 24-25, അധ്യായം 11 ശ്ലോകം 48-32. പവിത്ര ഗീത വക്താവായ ബ്രഹ്ം, അതായത് കാലൻ, ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പ്രവേശിച്ച് പറഞ്ഞു, അതായത് അർജുന, ഞാൻ വലിയ കാലനാണ്, എല്ലാവരെയും ഭക്ഷിക്കാനായി വന്നതാണ്. ഗീതാ അധ്യായം 11 ശ്ലോകം 32. ഇത് എന്റെ യഥാർത്ഥ രൂപമാണ്. ഈ രൂപം നീയല്ലാതെ മറ്റാരും ഇതിനു മുൻപ് കണ്ടിട്ടില്ല, ഇനി ആരും കാണുകയുമില്ല. അതായത് വേദങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന യജ്ഞ, ജപം, തപവും ഓം നാമ എന്നിവയുടെ വിധി അനുസരിച്ച് എന്നെ ആർക്കും ദർശിക്കാൻ കഴിയില്ല. ഗീതാധ്യായം 11 ശ്ലോകം 48. ഞാൻ കൃഷ്ണനല്ല. ഈ മൂഢരായ ജനം കൃഷ്ണരൂപത്തിൽ അവ്യക്തനായ എന്നെ വ്യക്തമായി കാണണമെന്ന് വിചാരിക്കുന്നു. എന്തെന്നാൽ ഇത് എന്റെ മോശമായ നിയമത്തിന്റെ അപരിചിതത്വമാണ്. അതായത് ഞാൻ ഒരിക്കലും വാസ്തവമായ കാലരൂപം ആർക്കും കാണിച്ചു കൊടുക്കില്ല. ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തെ യോഗമായയിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഗീതാ അധ്യായം 7 ശ്ലോകം 24-25. ആലോചിക്കേണ്ട കാര്യം തന്റെ ഒളിഞ്ഞിരിക്കുന്ന വിധിയെ സ്വയം അശ്രേഷ്ഠമായതെന്ന്, അതായത് അനുത്തമമായത് എന്ന് എന്തുകൊണ്ട് പറയുന്നു? അച്ഛൻ തന്റെ സന്താനങ്ങൾക്ക് പോലും ദർശനം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തോ തെറ്റുണ്ട്. അതാണ് ഒളിച്ചിരിക്കുന്നതും സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. കാലബ്രഹ്മന് ശാപത്താൽ 1,00,000 മനുഷ്യരൂപം പ്രാപിച്ച ജീവികളെ ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ 25% ദിവസേന കൂടുതൽ ഉൽപാദനം നടക്കണം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 42, സൃഷ്ടിരചന. അവ നിലനിൽക്കുന്നതിനായി കർമ്മഭോഗമനുസരിച്ച് ശിക്ഷയായി ഓരോ ആത്മാവും 84,00,000 യോനികളിൽ ജന്മമെടുക്കുന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആരുടെയെങ്കിലും മകളെയോ പത്നിയെയോ പുത്രനെയോ തിന്നുകയാണെങ്കിൽ എല്ലാവരും ബ്രഹ്മത്തെ വെറുക്കും. പൂർണ്ണ പരമാത്മാ കബീർ പരമേശ്വർ സ്വയം പ്രത്യക്ഷപ്പെടുകയോ തന്റെ സന്ദേശവാഹകനായി ദൂതനെ അയച്ച് സർവ്വജീവികളെയും സത്യഭക്തിയിൽ കൂടി കാലവലയത്തിൽ നിന്നും നീക്കും. അതുകൊണ്ട് പവിത്ര ഗീത അധ്യായം 7 ശ്ലോകം 18, 24, 25 പറയുന്നു, തന്റെ ധ്യാനത്തിൽ കൂടി മുക്തിക്ക് അനുത്തമം ശ്രേഷ്ഠമല്ലെന്ന്. അതായത് തന്റെ നിയമത്തെ കൂടി അനുത്തമം അശ്രേഷ്ഠമെന്ന് പറയുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഉണ്ടാക്കിയിരിക്കുന്ന ബ്രഹ്മലോകത്തിൽ ഒരു കൃത്രിമ സത്ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാസ്വർഗത്തിൽ ഒരു സ്ഥലത്ത് കൃത്രിമ അഗമലോകവും കൃത്രിമ അനാമിലോകവും ജീവികളെ വഞ്ചിക്കുന്നതിനായി പ്രകൃതി, അതായത് ദുർഗ ആദിമായ ചെയ്തു വെച്ചിട്ടുണ്ട്. കബീർ സാഹബിന്റെ വാക്കുകൾ, കർ നൈനോം ദീദാർ മഹൽ മേം പ്യാരാ ഹേ, കായ ബേത് കിയ നിരവാര യഹ് സബ് രചന പിണ്ട മഞ്ജരാ ഹേ, മായ അവിഗത ജാൽ പസാര ജോ കാരീഗർ ബാരാ ഹേ, ആദിമായ കിൻഹീം ചതുരായി ജോണ്ടി ബാജി പിണ്ടദിക്കായി, അവിഗത് രചന രജി അണ്ടമാഹി വാഗ പ്രതിബിംബ ടാരാഹേ. ഒരു ബ്രഹ്മാണ്ടത്തിൽ മറ്റു ലോകങ്ങളുടെയും സൃഷ്ടികളുണ്ട്. അതായത് ബ്രഹ്മാവിന്റെ ലോകം, വിഷ്ണുവിന്റെ ലോകം, ശിവലോകം. എവിടെയിരുന്നാണോ 3 ദേവന്മാരും താഴെയുള്ള 3 ലോകങ്ങളിലും, സ്വർഗലോകം, ഇന്ദ്രന്റെ ലോകം, ഭൂമി, പാതാളം, ഓരോരോ യജമാന്മാരെ വെച്ച് അവർക്ക് വേണ്ട ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. തങ്ങളുടെ പിതാവായ കാലന്റെ ഭക്ഷണത്തിനായി പ്രാണികളുടെ ഉൽപ്പത്തി, സ്ഥിതി, സംഹാരം എന്നീ പ്രവൃത്തികൾ നടത്തുന്നതിനായി 3 ദേവന്മാർക്കും ജനനവും മരണവുമുണ്ട്. അപ്പോൾ കാലൻ ഇവരെയും ഭക്ഷിക്കുന്നു. ഈ ബ്രഹ്മാണ്ടം ഇതിനെ അണ്ഡമെന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി അണ്ഡാകാരത്തിലാണ്, അതായത് മുട്ടയുടെ ആകൃതി. ഇതിനെ പിണ്ഡമെന്നും പറയുന്നു. എന്തെന്നാൽ ശരീരത്തിൽ, അതായത് പിണ്ഡത്തിൽ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടികൾ താമരയിൽ ടിവിയിൽ കാണുന്ന പോലെ കാണാൻ കഴിയുന്നു. ഒരു മാനസരോവറും ധർമ്മരായ്, അതായത് ന്യായാധീശന്റെ ലോകവുമുണ്ട്. ഒരു ഗുപ്ത, അതായത് രഹസ്യ സ്ഥലത്ത് പൂർണ്ണ പരമാത്മാവ് മറ്റു രൂപങ്ങളോടുകൂടി വസിക്കുന്നു.
ഓരോ ദേശത്തിലെയും രാജദൂത്, അതായത് അംബാസിഡറിന്റെ ഭവനങ്ങളുണ്ട്. അവിടെ ആർക്കും പോകാൻ കഴിയില്ല. അവിടെ ആത്മാക്കൾ വസിക്കുന്നു. ഏതൊരു സത്യലോകത്തിലെയും ഭക്തി പൂർണ്ണമല്ല. എപ്പോഴാണോ ഭക്തികാലം വരുന്നുവോ അപ്പോൾ പരമേശ്വർ കബീർ തന്റെ പ്രതിനിധിയായി പൂർണ്ണ സന്ത് സദ്ഗുരുവിനെ അയക്കുന്നു. ഈ പുണ്യാത്മാക്കൾ ഭൂമിയിൽ ആ സമയത്ത് മനുഷ്യ ശരീരം പ്രാപിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ ഭക്തിയിൽ മുഴുകുന്നു. സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ, അതായത് സന്യാസം പ്രാപിച്ച് പൂർണ്ണമോക്ഷം പ്രാപിക്കുന്നു. അവിടെ താമസിക്കുന്നവർ ഹംസ ആത്മാവിന്റെ യഥാർത്ഥ സ്ഥിതി സമ്പാദിക്കുന്നു, ചിലവഴിക്കുന്നില്ല. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 43, സൃഷ്ടിരചന. പരമാത്മാവിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നു. എന്തെന്നാൽ ഈ കാലലോകവും, അതായത് ബ്രഹ്മലോകം, പരബ്രഹ്മിന്റെ ലോകത്തിലും പ്രാണികൾക്ക് അവരവർ ചെയ്യുന്ന കർമ്മഫലം അനുസരിച്ച് ഫലപ്രാപ്തി ഉണ്ടാകുന്നു. ക്ഷരപുരുഷൻ ബ്രഹ്മ തന്റെ 20 ബ്രഹ്മാണ്ടങ്ങളെ 4ആയി വിഭജിച്ചിരിക്കുന്നു. ഒരു മഹാബ്രഹ്മാണ്ടത്തിൽ 5 ബ്രഹ്മാണ്ടങ്ങളുടെ സമൂഹമുണ്ട്. അതായത് 4 വശത്തു നിന്നും അണ്ഡാകാരത്തിലുള്ള ഗോളം പരിധി തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ 4 മഹാബ്രഹ്മാണ്ടങ്ങൾക്കും വീണ്ടും അണ്ഡാകാരത്തിലുള്ള ഗോളം പരിധി തടഞ്ഞു നിർത്തുന്നു. 21ാമത്തെ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി ഒരു മഹാബ്രഹ്മാണ്ടത്തിന്റെ അത്രയും സ്ഥലമുണ്ട്. 21ാമത്തെ ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിക്കുമ്പോൾ 3 വഴികളുണ്ട്. ഇവിടെയും ഇടതുവശത്ത് കൃത്രിമ സത്ലോകം, കൃത്രിമ അലകലോകം, കൃത്രിമ അഗമലോകം, കൃത്രിമ അനാമിലോകം എന്നിവ ജീവികളെ പറ്റിക്കുന്നതിനായി ആദിമായ, അതായത് ദുർഗ ചെയ്തിരിക്കുന്നു. വലതുഭാഗത്ത് സർവശ്രേഷ്ഠ ബ്രഹ്മഭക്തന്മാർക്ക് വേണ്ടിയാണ്. പിന്നീട് ഓരോ യുഗത്തിലും അവരെ തന്റെ സന്ദേശവാഹകരായി ഭൂമിയിലേക്ക് അയക്കുന്നു. അവർ ശാസ്ത്രവിധി അല്ലാത്ത ഭക്തിയും അറിവും നൽകുന്നു. എന്നാൽ സ്വയം ഭക്തിയില്ലാത്തവരും അനുയായികളെ കൂടി കാലവലയത്തിൽ കുരുക്കുന്നു. പിന്നെ 2 പേരും, ഗുരുവും ശിഷ്യനും, നരകത്തിലേക്ക് പോകുന്നു. പിന്നെ മുൻപിൽ ഒരു പൂട്ട്, അതായത് കുലുഫിടുന്നു. ആ വഴി കാലൻ ബ്രഹ്മ സ്വന്തം ലോകത്തിലേക്ക് പോകുന്നു. അവിടെയാണ് ഈ കാലൻ തന്റെ യഥാർത്ഥ മനുഷ്യരൂപത്തിലിരിക്കുന്നത്. ഈ സ്ഥലത്ത് ഒരു കല്ല്, ദോശക്കല്ല് പോലെ, ചപ്പാത്തി ചൂടാക്കുന്ന ഗോളാകൃതിയിലുള്ള ഇരുമ്പ് പാത്രം പോലെ, അതെപ്പോഴും ചൂടുള്ളതായിരിക്കും. അതിൽ 1,00,000 മനുഷ്യ ശരീരം ധരിച്ചവർ സൂക്ഷ്മ ശരീരത്തെ വറുത്ത് അതിന്റെ അഴുക്കുഭാഗങ്ങൾ മാറ്റി തിന്നുന്നു. ആ സമയത്ത് എല്ലാ ജീവികൾക്കും അതിയായ കഷ്ടത അനുഭവപ്പെടുന്നു. അവർ നിലവിളിക്കുന്നു. പിന്നെ കുറച്ചു സമയം കഴിയുമ്പോൾ ബോധരഹിതരാകുന്നു. ജീവികൾ മരിക്കുന്നില്ല. പിന്നെ ധർമ്മരാജൻ, അതായത് കാലന്റെ ലോകത്തെത്തി കർമ്മഫലമനുസരിച്ച് അടുത്ത ജന്മം പ്രാപിക്കുന്നു. അതായത് ജനന മരണ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ മുൻപിലുള്ള പൂട്ട് കാലൻ തന്റെ ആഹാരത്തിനുള്ള പ്രാണികൾ പ്രവേശിക്കുന്നതിന് വേണ്ടി മാത്രം കുറച്ചു നേരത്തേക്ക് തുറക്കുന്നു. പൂർണ്ണ പരമാത്മാവിന്റെ സത്യനാമം സാരനാമത്താൽ ഈ പൂട്ട് സ്വയം തുറക്കുന്നു. ഇങ്ങനെ കാലന്റെ വല പൂർണ്ണ പരമാത്മാവ് കബീർദേവ്, അതായത് കബീർ സാഹബ്, സ്വയം തന്റെ ഭക്തനായ ധർമ്മദാസിന് ദൃശ്യമാക്കി കൊടുത്തു. പരബ്രഹ്മിന്റെ 7 സംഘ് ബ്രഹ്മാണ്ടങ്ങൾ സ്ഥാപിച്ചത് കബീർ പരമേശ്വരൻ കബീർദേവ് വീണ്ടും പറയുന്നു. അതായത് പരബ്രഹ്മ അക്ഷരപുരുഷൻ തന്റെ പ്രവൃത്തിയിൽ തെറ്റു ചെയ്തു. എന്തെന്നാൽ മാനസരോവരത്തിൽ ഉറങ്ങിപ്പോയി. അപ്പോൾ പരമേശ്വർ, അതായത് ഞാൻ കബീർ സാഹബ്, ആ സരോവരത്തിൽ അണ്ട മുട്ട നിക്ഷേപിച്ചു. അപ്പോൾ അക്ഷരപുരുഷൻ പരബ്രഹ്മ അതിന് ദേഷ്യത്തോടെ നോക്കി. ബ്രഹ്മലോകത്തിന്റെ ലഘുചിത്രം ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 44 സൃഷ്ടിരചന അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ ജ്യോതി നിരഞ്ജന്റെ ബ്രഹ്മലോകം 21 ബ്രഹ്മാണ്ടത്തിന്റെ ലഘുചിത്രം പേജ് നമ്പർ 45 നൽകിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 46 സൃഷ്ടിരചന. ഈ 2 അപരാധങ്ങൾ കാരണം ഇദ്ദേഹത്തെയും 7 സംഘ ബ്രഹ്മാണ്ടങ്ങളോടുകൂടി പുറത്താക്കി. സത്ലോകത്തിൽ നിന്നും 2ാമത്തെ കാരണം അക്ഷരപുരുഷ പരബ്രം തന്റെ മിത്രമായ അതായത് ക്ഷരപുരുഷൻ വേർപാടിൽ ദുഃഖിതനായി പരമപിത കബീർദേവ്, അതായത് കബീർ പരമേശ്വരനെ ഓർമ്മിക്കാതെ ക്ഷരപുരുഷനെ ഓർത്തുകൊണ്ടിരുന്നു, ആലോചിക്കുകയായിരുന്നു. എന്തെന്നാൽ ക്ഷരപുരുഷ, അതായത് ബ്രഹ്മ
വളരെയധികം ആനന്ദിക്കുകയായിരിക്കും. ഞാൻ പിന്നിലായി. മറ്റു ചില ആത്മാക്കൾ പരബ്രഹ്മത്തിന്റെ കൂടെ 7 സംഘ ബ്രഹ്മാണ്ടങ്ങളിൽ ജനനമരണ കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഹംസ ആത്മാക്കളുടെ വേർപാടിൽ മുഴുകിയ ബ്രഹ്മ, അതായത് കാലന്റെ കൂടെ 21 ബ്രഹ്മാണ്ടങ്ങളിൽ കുരുങ്ങിയിരിക്കുന്നു. പൂർണ്ണ പരമാത്മ സുഖം നൽകുന്ന കവിർദേവിനെ മറന്നു. പരമേശ്വർ കവിർദേവ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടും മോഹം കുറഞ്ഞില്ല. പരബ്രഹ്മ, അതായത് അക്ഷരപുരുഷൻ വീണ്ടും ആലോചിച്ചു, ഞാനും വേറെ സ്ഥലം പ്രാപിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ വിചാരിച്ച് രാജ്യപ്രാപ്തിയുടെ മോഹത്തിൽ സാരനാമം ജപിക്കാൻ തുടങ്ങി. ഇതുപോലെ മറ്റ് ആത്മാക്കളും, അതായത് പരബ്രഹ്മന്റെ 7 സംഘ ബ്രഹ്മാണ്ടങ്ങളിൽ കുരുങ്ങിയവർ ആലോചിച്ചു. ബ്രഹ്മത്തിനോടൊപ്പം പോയ ആത്മാക്കൾ അവിടെ സുഖസന്തോഷത്തിൽ മുഴുകിയിരിക്കുന്നു. നമ്മൾ പിന്നിലായി. പരബ്രഹ്മന്റെ അനന്തരാത്മാവിൽ ഈ വിചാരം വന്നു. ക്ഷരപുരുഷൻ വേറെ മാറി വളരെയധികം സുഖിക്കുന്നു. മറ്റൊരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ മാറിപ്പോകുമെന്ന് ദൃഢനിശ്ചയമെടുത്തു. പരബ്രഹ്മ, അതായത് അക്ഷരപുരുഷൻ ഹഠയോഗം ചെയ്തില്ല. മറ്റൊരു രാജ്യപ്രാപ്തിക്കായി സാർനാമജപം ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊരു സ്ഥാനപ്രാപ്തിക്കായി ഭ്രാന്തനെ പോലെ വിചാരിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. മറ്റു ചില ആത്മാക്കളും ഈ പ്രവൃത്തിയിൽ ആസക്തരായി മാറി. പൂർണ്ണപ്രഭു ചോദിച്ചപ്പോൾ പരബ്രഹ്മ മറ്റൊരു സ്ഥലം ആവശ്യപ്പെട്ടു. കുറച്ച് ഹംസാത്മാക്കളെ കൂടി ചോദിച്ചു. അപ്പോൾ കവിർദേവ് പറഞ്ഞു, ഏതൊരാത്മാക്കളാണോ സ്വതന്ത്രരായി നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നുവോ അവരെ അയക്കാം. പൂർണ്ണപ്രഭു ചോദിച്ചു, ആരെല്ലാം ഹംസാത്മാക്കളാണ് പരബ്രഹ്മത്തിനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നത്? അഭിപ്രായം പറയണം. കുറെ സമയത്തിന് ശേഷം ഒരു ഹംസാത്മാവ് പോകാൻ തയ്യാറായി. പിന്നെ നോക്കി നിൽക്കെ എല്ലാവരും പോകാൻ തയ്യാറായി. ആദ്യമായി സമ്മതിച്ച ഹംസാത്മാവിന് സ്ത്രീ രൂപം നൽകി. അവരുടെ പേര് ഈശ്വര്യമായ പ്രകൃതി സുരതി എന്ന് നാമകരണം ചെയ്തു. മറ്റുള്ള ആത്മാക്കളെ ഈശ്വര്യമായയിൽ പ്രവേശിപ്പിച്ചിട്ട് ഒരു വിചാരവും കൂടാതെ അക്ഷരപുരുഷന്റെ, അതായത് പരബ്രഹ്മന്റെ അടുക്കിലേക്ക് അയച്ചു. പാതിവൃത്യം നശിച്ച ശിക്ഷ നൽകി. യുഗയുഗാന്തരോളം കാലം 2 പേരും 7 സംഘ് ബ്രഹ്മാണ്ടത്തിൽ കഴിഞ്ഞു. പക്ഷേ പരബ്രഹ്മ ദുർവ്യവഹാരങ്ങൾ, അതായത് ചീത്ത പ്രവർത്തികളൊന്നും ചെയ്തില്ല. ഈശ്വര്യമായയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും തന്റെ ശബ്ദശക്തി കൊണ്ട് നഖത്തിൽ നിന്ന് സ്ത്രീയേന്ദ്രി, അതായത് യോനി ഉണ്ടാക്കി. ഈശ്വരി ദേവിയുടെ സമ്മതത്തോടെ സന്താനോൽപത്തി നടത്തി. അതുകൊണ്ട് പരബ്രഹ്മന്റെ ലോകസാത് 7 സംഘ ബ്രഹ്മാണ്ടത്തിൽ ജീവികൾക്ക് കഷ്ടപ്പാടുകൾ അനുഭവപ്പെടുന്നില്ല. തപ്തശിലയുടെ ദുരിതങ്ങൾ അവിടെയില്ല. അവിടെ പക്ഷിമൃഗാദികളും ബ്രഹ്മലോകത്തിലെ സ്വഭാവമനുസരിച്ച് നല്ല പെരുമാറ്റമാണ്. ആയുസ്സും വളരെ കൂടുതലാണ്, അതായത് ദീർഘായുസ്സുള്ളവർ. എന്നാൽ ജനന മരണ കർമ്മഫലം അനുസരിച്ച് ജോലിയെടുത്ത് പരിശ്രമിച്ച് ഉദരപൂർത്തി, അതായത് നിത്യവൃത്തി ചെയ്യണം. സ്വർഗവും നരകവും അങ്ങനെ തന്നെ ഉണ്ടാക്കി. പരബ്രഹ്മ അക്ഷരപുരുഷ 7 സംഘ ബ്രഹ്മാണ്ടം അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് ഭക്തി, ധ്യാനം, അതായത് സാധാരണ രീതിയിൽ ചെയ്യുകയും വരുമാനത്തിന്റെ പ്രതിഫലം നൽകുകയും ചെയ്തു. സത്യലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥലത്ത് ഗോളാകാര പരിധിയിൽ അടച്ച് 7 സംഘബ്രഹ്മാണ്ടത്തോടൊപ്പം അക്ഷരബ്രഹ്മനെയും ഈശ്വര്യമായയെയും പുറത്താക്കി. സത്പുരുഷൻ, പൂർണ്ണബ്രഹ്മ, എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങൾ സത്യലോകം മുതലായവയാകുന്നു. ബ്രഹ്മാണ്ടത്തിന്റെ 21 ബ്രഹ്മാണ്ടങ്ങളും പരബ്രഹ്മത്തിന്റെ 7 സംഘ ബ്രഹ്മാണ്ടങ്ങളുടെയും പ്രഭു, യജമാനൻ, അതായത് പരമേശ്വർ കവിർദേവ് കുലത്തിലെ യജമാനനാകുന്നു. ശ്രീ ബ്രഹ്മ, വിഷ്ണു, ശ്രീ ശിവ എന്നിവർക്ക് 4 കൈകളും 16 കലകളുമുണ്ട്. പ്രകൃതി ദേവിക്ക്, ദുർഗയ്ക്ക് 8 കൈകളും 64 കലകളുമുണ്ട്. ക്ഷരപുരുഷൻ 1000 കൈകളും 1000 കലകളുമുണ്ട്. 21 ബ്രഹ്മാണ്ടങ്ങളുടെ പ്രഭുവാണ്. പരബ്രഹ്മിന്, അക്ഷരപുരുഷന് 10000 കൈകളും 10000 കലകളുമുണ്ട്. 7 സംഘ് ബ്രഹ്മാണ്ടത്തിന്റെ പ്രഭുവാണ് പരബ്രഹ്മ. പരം അക്ഷരപുരുഷ, അതായത് സത്പുരുഷന് അസംഖ്യം കൈകളും അസംഖ്യം കാലുകളുമുണ്ട്. ബ്രഹ്മത്തിന്റെ 21 ബ്രഹ്മാണ്ടവും പരബ്രഹ്മത്തിന്റെ 7 സംഘ് ബ്രഹ്മാണ്ടം ഉൾപ്പെടെ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ പ്രഭുവാണ് പൂർണ്ണബ്രഹ്മ. ഓരോ പ്രഭുക്കളും തങ്ങളുടെ എല്ലാ കൈകളും ചുരുട്ടി വെറും 2 കൈകൾ മാത്രം പുറത്തു വയ്ക്കുന്നു. എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം മറ്റു കൈകൾ പുറത്തെടുക്കുന്നു. പൂർണ്ണ പരമാത്മാ പരബ്രഹ്മിന്റെ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും വേറെ വേറെ സ്ഥലങ്ങൾ നിർമ്മിച്ച് രഹസ്യമായി താമസിക്കുന്നു. ഇങ്ങനെ വിചാരിക്കാം,
കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ പുറത്തു വെച്ചിട്ടുണ്ട്. അകത്ത് ടെലിവിഷനുമുണ്ട്. ടെലിവിഷനിൽ കൂടി എല്ലാ ദൃശ്യങ്ങളും കാണാൻ കഴിയും. മറ്റൊരു ടെലിവിഷൻ പുറത്തു വെച്ചിട്ടുണ്ട്. അകത്ത് ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ അകത്തിരിക്കുന്ന ഡയറക്ടറുടെ ചിത്രം കാണും. അതുകൊണ്ട് എല്ലാ കർമ്മചാരികളും പ്രവർത്തിക്കുന്നവർ ശ്രദ്ധയോടെ അവരുടെ ജോലികൾ ചെയ്യുന്നു. ഇപ്രകാരം പൂർണ്ണ പരമാത്മാവ് തന്റെ സത്ലോകത്തിലിരുന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിലും സദ്ഗുരു കവിർദേവ് ഹാജരാകുന്നു. അതായത് സൂര്യൻ വളരെ അകലെയാണെങ്കിലും തന്റെ പ്രഭാവം മറ്റു ലോകങ്ങളിലും എത്തിക്കുന്നത് പോലെ.